എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആട്ടിപ്പായിക്കുന്നത് ആരെയാണ്? അല്ലാഹുവിനോടാണ് ഹൗദിൽ നിന്ന് കിട്ടാൻ വേണ്ടി ചോദിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടല്ല. അവിടുന്നതാണ് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളതും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആശയങ്ങളിൽ നിന്ന്, ആദർശങ്ങളിൽ നിന്ന് ബഹുദൂരം അകന്നുപോയിക്കൊണ്ട് അവിടുന്ന് പഠിപ്പിച്ച ആദർശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഈ വിശ്വാസങ്ങളും സുന്നത്ത് ജമാഅത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 2-3 കാര്യങ്ങൾ വിശ്വാസ രംഗത്ത് നിങ്ങൾ വളരെ കൃത്യമായി നിങ്ങളുടെ മനസ്സിൽ വേണം. തീർന്നില്ല. മതത്തിലില്ലാത്തത് പുതിയതായിട്ടുണ്ടാക്കിയവരെയല്ലേ റസൂലുള്ളാഹി ആട്ടിയോടിക്കുന്നത്? എന്തൊക്കെ അവിടുന്ന് ഈ ലോകത്തോട് പഠിപ്പിച്ചോ? വേണ്ടതെല്ലാം പഠിപ്പിച്ചോ. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതെല്ലാം പഠിപ്പിച്ചോ. നരകത്തിയിൽ വീഴാൻ സാധ്യതയുള്ളതിൽ നിന്നെല്ലാം അവിടുന്ന് വിരോധം ഏർപ്പെടുത്തി. എല്ലാം കൃത്യമായി പൂർത്തിയാക്കി തന്നു പോയിട്ട് അവിടുന്ന് പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ കാര്യത്തിൽ അതിലില്ലാത്ത ഒന്ന്, മാലൈസ മിൻഹു, അതിലില്ലാത്ത ഒന്ന് ആരെങ്കിലും പുതിയതായി ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, ആ കൊണ്ടുവന്നവനെയും തള്ളണം, കൊണ്ടുവന്ന ആദർശത്തെയും തള്ളണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ സുന്നത്ത് ജമാഅത്ത് മനസ്സിലാക്കാൻ വന്നവരെ, നിങ്ങൾ ശരിക്ക് ചിന്തിക്ക്, ആരാണ് ഇവിടെ ദീനിന്റെ വിഷയത്തിൽ പുതിയത് കൊണ്ടുവന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്തത് ദീനെന്ന പേരിൽ ആരാണ് പുതിയതായി കൊണ്ടുവന്നത്? മനസ്സിലാക്കാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറയുന്ന സമ്പ്രദായം അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. ഒരു ജന്മദിനാഘോഷം എന്ന് പറയുന്ന ഒരു ഏർപ്പാട് നബി തങ്ങൾക്ക് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല, ഇമാമിയങ്ങൾക്ക് പരിചയമില്ല, തബഉ താബിഈങ്ങൾക്ക് പരിചയമില്ല. ആദ്യകാലത്തെ ഉത്തമ നൂറ്റാണ്ടുകളെന്ന് പറഞ്ഞ 3 നൂറ്റാണ്ടുകളിലുള്ള ആളുകൾക്കും അങ്ങനെ ഒരു ആഘോഷ രീതികളെ സംബന്ധിച്ച് പരിചയമേയില്ല. അതുകൊണ്ട് തന്നെ ഈ മൗലിദാഘോഷം എന്ന് പറയുന്ന ഏർപ്പാടിന്റെ അടിസ്ഥാനം തന്നെയും അത് ബിദ്അത്താണ്, അത് നവീനാചാരമാണ്, അത് പുത്തൻവാദമാണ്. പള്ളി ദർസുകളിൽ പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ വരെ, മൗലിദിന്റെ അനുകൂലികളായ ആളുകളുടെ എഴുതിയ ഗ്രന്ഥങ്ങളിൽ വരെ മൗലിദാഘോഷം വേണമെന്ന് സമർത്ഥിച്ച, അതിന്റെ പുണ്യങ്ങൾ എണ്ണിപ്പറഞ്ഞ ആളുകൾ വരെ സമ്മതിക്കേണ്ടി വന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇന്നമലൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസ. ഈ മൗലിദ് എന്ന ഏർപ്പാട്, ഈ മൗലിദാഘോഷം എന്ന ഏർപ്പാട് അത് 3 നൂറ്റാണ്ടിന് ശേഷം പുതിയതായിട്ട് വന്നതാണ് എന്ന് കൃത്യമായി തന്നെ ആ കിതാബുകൾ എഴുതുന്നു. അപ്പോൾ പലരും ചോദിക്കും, മൗലവിമാരെ അതിന്റെ ബാക്കി വായിക്കൂ മൗലവിമാരെ. ബാക്കി വായിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബാക്കി വായിക്കുന്നത് കൊണ്ടൊരു പ്രശ്നവുമില്ല, ബാക്കിയിൽ ഇതിന്റെ പുണ്യങ്ങളാ പറയുന്നത്. പക്ഷേ എത്ര പുണ്യം പറഞ്ഞിട്ടെന്താ കാര്യം? എത്ര മഹത്വം പറഞ്ഞിട്ടെന്താ കാര്യം? ആദ്യം തന്നെ അസ്ല് തന്നെ പോയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത സമ്പ്രദായമെന്ന്, ആദ്യ 3 നൂറ്റാണ്ടിലെ ആളുകൾക്ക് പരിചയമില്ലാത്തതെന്ന് മാത്രമല്ല, വഅവ്വലു മൻ അഹ്ദസഹു മിനൽ മുലൂക്കി, രാജാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അതാദ്യമായിട്ട് പുതിയതായിട്ട് ഉണ്ടാക്കിയത് ഇർബൽ ഭരിച്ചവനാണവൻ ധർമ്മിഷ്ഠനാ എന്ന് തഴവാ മുഹമ്മദ് കുഞ്ഞു മൗലവി. അദ്ദേഹവും നബിദിനാഘോഷം വേണമെന്ന് പറഞ്ഞയാളാണ്, അതിന്റെ കുറെ മദ്ഹുകൾ പറഞ്ഞയാളാണ്. പക്ഷേ അദ്ദേഹത്തിന് പോലും സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു യാഥാർത്ഥ്യം അദ്ദേഹത്തിനും സമ്മതിക്കേണ്ടി വന്നു. അതെന്താണ് അദ്ദേഹവും പറഞ്ഞത്? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. മൗലിദ് കഴിക്കുന്ന പരിപാടി മുമ്പ് പതിവില്ല.
സുന്നത്ത് ജമാഅത്തുകാരാണ് ഈ മുമ്പ് എന്ന് പറഞ്ഞാൽ നബി തങ്ങളും സഹാബത്തുമാണ് സുന്നത്ത് ജമാഅത്ത്. അവർക്ക് പരിചയമില്ല. പിന്നെ എന്നായി തുടങ്ങിയത്? അത് ഹിജ്റ 300 ശേഷം വന്നതാ. അത് 300 കൊല്ലത്തിന്റെ ശേഷമാ വന്നത്. ആരാ തുടങ്ങിയത്? മലിക്കുൽ മുളഫർ, ധീരനായൊരു രാജന, ഇർബൽ ഭരിച്ചവരാണ് വൻധർമ്മിഷ്ഠന. മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ മാസം റബീഉൽ അവ്വൽ എന്താഘോഷമാ. തഴവ് പറയണ്. ഇതെന്തിനാ പറയുന്നറിയോ? ആദ്യത്തെ വരി മാത്രം പാടിയിട്ട് മൗലൈമാര് തടിയെടുക്കുന്ന പലരും നാളെ പറയാ. തടിയെടുക്കുന്നില്ല, മുഴുവൻ പാടാ. എന്തിന് മൗലിദ് ഉണ്ടെന്നും അത് ആഘോഷിക്കണമെന്നും അതിന്റെ ഗുണവും അതിനൊന്നും അർത്ഥ കോഴിയും അതിനൊന്ന് വെച്ച ആടും അതിന് കൊടുത്ത പൈസയും ഒക്കെ പറഞ്ഞ ആളുകൾക്ക് പോലും സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. അതാ നമ്മുടെ വിഷയം. എന്ത്? അവരൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. ഈ ഏർപ്പാട് പിന്നെ വന്നതാണ്. ഇത് പണ്ടുള്ളവർക്കറിയില്ല, റസൂലുള്ളാഹിക്ക് പരിചയമില്ല. ഉത്തമ നൂറ്റാണ്ടെന്ന് പറഞ്ഞ അവിടുന്ന് ജീവിച്ച നൂറ്റാണ്ടുകാർക്ക് പരിചയമില്ല. ഖൈറുന്നാസി ഖർനി, ഏറ്റവും നല്ല ജനങ്ങൾ എന്റെ നൂറ്റാണ്ടിലെ ജനങ്ങളാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനോടടുത്ത് വരുന്ന നൂറ്റാണ്ടുകാർ. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനോടടുത്ത് വരുന്ന നൂറ്റാണ്ടുകാർ. ഈ 3 നൂറ്റാണ്ടുകാർക്കും പരിചയമില്ലാതെ ഒരു രാജാവ് ഒരു നാട്ടിൽ കൊണ്ടുവന്ന ഒരു അഹ്ദസ, ഒരു പുത്തൻ ആചാരം. ഏത് അഹ്ദസ? ഏതായി അഹ്ദസ? മഹാനായ നേതാവ് പഠിപ്പിച്ച അഹ്ദസ. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആരെങ്കിലും നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ അതിലില്ലാത്തത് പുതിയതായി കൊണ്ടുവന്നാൽ തള്ളണം. കൊണ്ടുവന്നവനെയും തള്ളിക്കോ, കൊണ്ടുവന്ന ആശയത്തെയും തള്ളിക്കോ. അതിനാണിത് പറയുന്നത്. അല്ലാതെ തഴവാ മൗലിദിനെ എതിർത്തു എന്ന് പറയാനല്ല. ചിലരൊക്കെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഇതൊക്കെ മഹത്വം പറഞ്ഞ ആളുകൾ അന്ന് അവര് ആ രാജാവിന് ആരോ ഒരു മൗലിദിന്റെ കിതാബ് ശൈഖ് ഇബ്നു ദിഹിയത്ത് മൗലിദൊന്ന് രചിക്കലായി. രാജാവിനത് കണ്ടേറ്റവും സന്തോഷമായി, സമ്മാനമായി പൊന്നായിരം നൽകുന്നതായി എന്നുള്ളത് ഇബ്നു കസീർ താൻ പറയുന്നതായി. സമ്മാനവും കൊടുത്തു, ഒക്കെ പറഞ്ഞുതരാ, ഒക്കെ പാടി സമ്മാനവും കൊടുത്തു. മാത്രല്ല മൗലിദ് കഴിക്കുന്നന്ന് ആടൈ 1000 പൊരിക്കുന്നതാണ് കോഴിയും 10,000, കൂടാതെ 1,30,000 പാത്രങ്ങളിൽ അലുവായുമുണ്ടോരോ തരം. നോക്കണം നിങ്ങൾ, അതൊക്കെ കൊടുത്തു. ഉലമാക്കൾ അനവധി ഹാജറുണ്ടതിലന്ന്, അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്നേ. സൂഫിയാക്കളൊക്കെ നല്ലോണം കൂടി. അന്നത്തെ അലിമീങ്ങൾ എന്ന് പറയുന്നവരൊക്കെ കൂടിയെന്നാ പറയുന്നത്. എന്ത് കൂടിയിട്ട്? ആര് കൂടിയിട്ടെന്താ? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഇല്ലാത്ത ഏർപ്പാട് പുതിയത് ഉണ്ടാക്കിയില്ലേ? ആ ഉണ്ടാക്കിയത് ഈ സമൂഹത്തിലേക്ക് കടത്തിക്കൂട്ടിയതാണ്. ഇതിന് ഒരിക്കലും സഹോദരന്മാരെ പ്രമാണങ്ങളിൽ പിൻബലമില്ല. മാത്രമല്ല ചിലരൊക്കെ പറയാറുണ്ട്, സുയൂത്തി ഇമാം വലിയ മഹത്വം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പോലും മഹത്വം പറഞ്ഞത് ഏതിനാ പ്രിയമുള്ളവരെ? നമ്മൾ ചിന്തിക്കണം. സുയൂത്തി ഇമാം മൗലിദാഘോഷത്തെ എതിർത്തയാളല്ല. അദ്ദേഹം പോലും പറയുന്നത്, അദ്ദേഹത്തിന്റെ ഭാഷയിലെ ജന്മദിനാഘോഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ മൗലിദിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുക, എന്നിട്ട് ഖുർആനിൽ നിന്ന് സൗകര്യപ്രദമായത് പാരായണം ചെയ്യുക, നബിയുടെ ആദ്യ കാര്യങ്ങളെ പറ്റിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മസമയത്തുണ്ടായ അത്ഭുത സംഭവങ്ങളെ പറ്റിയൊക്കെയുള്ള ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുക, പിന്നീട് ഭക്ഷണം വിളമ്പി അത് കഴിഞ്ഞ് പിരിഞ്ഞു പോകലുമാണ്. ഇതൊക്കെ പറഞ്ഞത് അദ്ദേഹം പറയാണ്, ഇതിനേക്കാൾ മറ്റൊന്നും വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ ഒന്നും സിയാദത്ത് പാടില്ല. അങ്ങനെ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ തന്നെ അതെന്താണ്? മിനൽ ബിദ്അത്തിൽ ഹസന, അത് നല്ല ബിദ്അത്താണ്. അപ്പോഴും സുന്നത്താന്ന് പറയാൻ കഴിയുന്നില്ല, നല്ല ബിദ്അത്താണ് എന്നാ പറയുന്നത്. നല്ല ബിദ്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് സാധാരണയായിട്ട് ആളുകൾ പറയുന്നു ഖുർആൻ മുഴുവൻ ജന്മദിനാഘോഷത്തിന്റെ തെളിവാണ് പോലും. ഖുർആനിൽ മുഴുവൻ മൗലിദാണ് മൗലവിമാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്ത് മുഴുവനും ആഘോഷിച്ചിട്ടുണ്ട്, ധാരാളം തെളിവുണ്ട്. പിന്നെങ്ങനെ ഇത് ബിദ്അത്തുൻ ഹസനത്താവുക? പിന്നെങ്ങനെ ഇതിന് ബിദ്അത്ത് എന്ന് പറയാ?
പിന്നെ എങ്ങനെയാണ് ഇതിന്റെ പുത്തൻ സമ്പ്രദായമാണെന്ന് പറയാം? ഇപ്പൊ എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബത്തിന്റെയും കാലത്ത് ഇല്ലാത്ത ഒരു പുത്തൻ വാദമാണിതെന്ന്. അൽഹംദുലില്ലാഹ്, ഇന്നലത്തെ മുഖാമുഖം ഫറോക്ക് പേട്ടയിൽ വെച്ച് നടത്തിയ മുഖാമുഖത്തിൽ മുസ്ലിയാക്കന്മാര് സമ്മതിച്ചു കഴിഞ്ഞൊരു യാഥാർത്ഥ്യം ക്ലിപ്പുകളിലൂടെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. അപ്പൊ ഇത് പുത്തൻവാദം തന്നെയാണ് എന്നവർ സമ്മതിച്ചിരിക്കുകയാണ്. അപ്പൊ ആരാ സഹോദരന്മാരെ വാസ്തവത്തിൽ പുത്തൻവാദികൾ? ആരാണ് പുതിയത് ഉണ്ടാക്കിയത്? ആരാണ് പുതിയതായ ആശയങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത്? ആരാണ് ഇല്ലാത്ത ആചാരങ്ങൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത്? ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ഇസ്ലാമികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഉത്തമ നൂറ്റാണ്ടുകാർക്കും പരിചയമില്ലാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ അവിടുത്തെ ആശയങ്ങൾക്ക് വിരുദ്ധമായ നിലക്ക് സുയൂത്തി ഇമാമൊക്കെ ഇന്നത്തത് കണ്ടിരിക്കുന്നുവെങ്കിൽ എന്തായിരിക്കും പറയേണ്ടി വരിക? അദ്ദേഹം പോലും ഇതൊക്കെ ബിദഅത്താണ് അന്ന് ഖുർആൻ ഓതലും അന്ന് അതിനെ പറ്റിയുള്ള ചരിത്രങ്ങൾ പറയലൊക്കെ ബിദഅത്താണ്, നല്ല ബിദഅത്താണെന്ന്. ഇതിനുപോലും മാതൃകല്ല, അതിനുപോലും മാതൃകല്ല എന്നാ അദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തി അതിലൊന്നും കൂട്ടാതിരുന്നാലാണ് ഞാൻ ഈ പറയുന്ന ആശയം എനിക്കുള്ളത് എന്ന് അദ്ദേഹം പറയാണ്. ഇന്നെന്താ നടക്കുന്നത്? ജാഥ, അതുപോലെ തന്നെ സ്കൗട്ട്, റോഡ് മുടക്കുന്ന വലിയ പ്രകടനങ്ങൾ, പടുകൂറ്റൻ റാലികൾ. ആരുടെ അനുയായികൾ? ഇമാത്തത്തുൽ അദാ അനി തരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവത്തെ നീക്കൽ ഈമാനിന്റെ ഭാഗമാണ്. റോഡ് ബ്ലോക്കാക്കിക്കൊണ്ട് മണിക്കൂറുകളോളം അതാ തെരുവുകളിലൂടെ പടുകൂറ്റൻ റാലികൾ മുന്നോട്ട് പോകുന്നു. ഖൂലൂ തക്ബീർ വിളികൾ കേൾക്കുന്നു. അതേ, പല കാര്യങ്ങൾക്ക് വേണ്ടി റോഡുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന യാത്രക്കാരുടെ യാത്രകൾ മുടക്കിക്കൊണ്ട്, രോഗികൾക്ക് പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട്, പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആദരിക്കാനും ബഹുമാനിക്കാനും എന്ന പേരിൽ കലാപ്രകടനങ്ങളും ദഫും സ്കൗട്ടുമായി കൊണ്ട് സമൂഹമിതാ പലയിടങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കുന്നു. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് റോഡുകൾ ബ്ലോക്കാക്കുന്നു. ഇതിന് എന്ത് മാതൃകയാണ് ഇസ്ലാമിലുള്ളത്? ഒരിക്കലും ഇല്ല. അപ്പൊ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയാ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുക. സഹോദരന്മാരെ, ഇതുപോലെ തന്നെ മറ്റൊരു പുത്തൻവാദം എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന പേര് പറഞ്ഞുകൊണ്ട് നടത്തുന്ന തട്ടിപ്പുകൾ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ നിങ്ങൾക്ക് പണ്ടേ സ്വലാത്ത് ചൊല്ലാൻ ഇഷ്ടല്ല മൗലൈമാരെ, വഹാബികളെ, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ പറയുമെന്ന് ഒരു വേള ചിന്തിക്കുന്നതിന്റെ മുമ്പ് ചില കാര്യങ്ങൾ കേൾക്കൂ. നിങ്ങൾ അള്ളാഹു പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി നിങ്ങൾ ഗുണത്തിന് വേണ്ടി ചോദിക്കണേ. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഓ വിശ്വാസികളെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ഗുണത്തിനെ ചോദിക്കണേ, രക്ഷ ചോദിക്കണേ. സ്വലാത്തും സലാമും നിർവഹിക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ സത്യവിശ്വാസികളോട് പറഞ്ഞിരിക്കുന്നു. പ്രത്യേകം പറയാൻ പറഞ്ഞിടത്ത് പ്രത്യേക നിയത്തോടെ തന്നെ ചൊല്ലണം. എവിടെയെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് പ്രത്യേകം സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞു, അത്തരം സ്ഥലങ്ങളിൽ ആ പ്രത്യേക പുണ്യമുണ്ടെന്ന് കരുതി തന്നെ ചൊല്ലണം. ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ, ബാങ്ക് വിളിക്കുന്നത് കേൾക്കുന്നയാള്, ബാങ്ക് വിളിക്കുന്നയാള് പറയും പോലെ പറഞ്ഞ് ശേഷം നിങ്ങൾ സുമ്മ സ്വല്ലു അലയ്യ, പിന്നെ നിങ്ങൾ എന്റെ പേരിൽ ഗുണത്തിന് വേണ്ടി സ്വലാത്തിനെ ചോദിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ ആ ഉദ്ദേശത്തോടു കൂടി തന്നെ സ്വലാത്ത് ചൊല്ലണം. അതുപോലെ തന്നെ അവിടുന്ന് ഏതെല്ലാം സന്ദർഭങ്ങളിൽ നമുക്ക് പ്രത്യേകമായി സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അത് ചൊല്ലണം. അതിനൊക്കെ പുണ്യമുണ്ട്. മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ ഗുണത്തിനെ ചോദിച്ചാൽ, ഒരു സ്വലാത്ത് നിർവഹിച്ചാൽ, സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ, അല്ലാഹു അത് മുഖേന അവന് 10 ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നു. ഇനി ആരും പറയേണ്ട മുജാഹിദുകൾ സലാത്തിനെതിരാ, ഇവര് സലാത്തിനെതിരാ, ഇവർക്ക് സലാത്തില്ല, ഇവർക്ക് മുത്തുനബിയോട് മഹബത്തില്ല, റസൂലുള്ളാഹി കേവലം മഅമാ
അമ്മാക്കയാണ്. റസൂലുള്ളാഹിയോട് ഒരു ആദരവുമില്ല, ബഹുമാനമില്ല, അവിടുത്തെ മദ്ഹ് പറയൂല, അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് പാടില്ലെന്ന് പറയുന്നവരാണ് എന്ന് ആരും പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഒരു സദസ്സിൽ ഒരിടത്ത് വെച്ച് എന്നെ പറയപ്പെട്ടിട്ട് എനിക്ക് വേണ്ടി ഗുണത്തിന് വേണ്ടി ചോദിക്കാത്തവൻ ബഖീലാണ്, പിശുക്കനാണ്, അവൻ പരാജയമടയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചെലവില്ലാതെ അടുക്കളയിൽ നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ, വീട്ടിന്റെ ജോലികൾ ചെയ്യുമ്പോൾ, വാഹനം കാത്തു നിൽക്കുമ്പോൾ, യാത്രക്കിടയിലൊക്കെ നമുക്ക് സൗകര്യങ്ങളും സമയങ്ങളും ഒക്കെ കിട്ടുമ്പോൾ അപ്പ ചൊല്ലലൊരു പ്രത്യേക പുണ്യമാണെന്ന് വിചാരിക്കാതെ തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്ത്, മലപ്പുറത്തുനിന്ന് പെരിന്തൽമണ്ണക്ക് പോകുന്ന റൂട്ടിൽ ഒരു 10 സ്വലാത്ത് ചൊല്ലൽ പ്രത്യേക പുണ്യമാണ്, അപ്പൊ വിദേഹത്തായി മാറും. അതൊന്നുമില്ല, നമുക്കൊരു സൗകര്യമുണ്ട്, സമയമുണ്ട്, അപ്പോൾ ഞാനിതാ ഒരു സ്വലാത്ത് ചൊല്ലുന്നു, അല്ലെങ്കിൽ 10 സ്വലാത്ത് ചൊല്ലുന്നു. എത്രയും സ്വലാത്തുകൾ അധികരിപ്പിച്ചോളൂ. പക്ഷേ എന്തിനു വേണ്ടിയായിരിക്കണം? ഭൗതിക നേട്ടത്തിന് വേണ്ടിയായിരിക്കരുത്, പണം വിരിക്കാനായിരിക്കരുത്, ലേലം വിളിക്കാനായിരിക്കരുത്. മറിച്ച് അള്ളാഹുവിന്റെ പുണ്യമുദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിങ്കൽ നിന്നുള്ള പൊരുത്തമുദ്ദേശിച്ചുകൊണ്ട് അതിനു വേണ്ടിയാണ് ഏത് കർമ്മങ്ങളും ചെയ്യേണ്ടത്. സ്വലാത്തും അങ്ങനെ തന്നെയാണ്. എന്തിനാ മൗലൈമാരെ നിങ്ങൾ അതിത്ര നീട്ടി പറയുന്നത്? ഇവിടെ ആരാ ലോകരെ കാണിക്കാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാന്തപുരം പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. കമാലിയ സ്വലാത്ത് എന്ന പേരിൽ ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകത്തിൽ, അവരുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ അതാ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന്. ആരെങ്കിലും ഭൗതികമായ നേട്ടം ഉദ്ദേശിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഞാനൊരു സ്വലാത്തുകാരനാണെന്ന് ആളുകൾ വിചാരിക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി സ്വലാത്ത് ചൊല്ലിയാലും അതിന് പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് സുന്നത്ത് ജമാഅത്തിൽ രേഖയില്ല. ഒരു പ്രവർത്തനങ്ങളും ആളുകളെ കാണിക്കാനെന്ന ഉദ്ദേശത്തോടെ, ആളുകൾ അറിയാനെന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ആ നിലക്കുള്ള റിയാഇന്റെ സംവിധാനം ഇസ്ലാം വിരോധിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. അത് സുന്നത്ത് ജമാഅത്തിന് പരിചയമില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ സ്വലാത്തിന്റെ പേരിൽ ചൂഷണങ്ങൾ മാത്രമല്ല, അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങൾക്ക് വിരുദ്ധമായ സ്വലാത്തുകൾ, അതിന് പല പേരുകൾ ഇട്ടുകൊണ്ട്, അതിന് ആരിയയാണെങ്കിലും കമാലിയയാണെങ്കിലും താജുസ്സലാത്താണെങ്കിലും കെഞ്ചുല്ലർഷാണെങ്കിലും ഏതു വക കിതാബുകളിൽ ആരുടെയൊക്കെ വക കൂട്ടിച്ചേർത്തതാണെങ്കിലും ഇസ്ലാമും അതുമായി ബന്ധമില്ല. ഇസ്ലാമും അതുമായി കൊണ്ട് യാതൊരു നിലക്കുള്ള ബന്ധവും ഇല്ല. മറിച്ച് അവിടുന്ന് നമ്മോട് പഠിപ്പിച്ച ആശയങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത നിലക്ക് അവിടുത്തേക്ക് വേണ്ടി സ്വലാത്ത് സലാമുകൾ ചോദിക്കുന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ മാർഗം. സഹോദരന്മാരെ, ഇത് ചൊല്ലാൻ വേണ്ടി ഒരു പ്രത്യേകമായ മജ്ലിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിലോ, സഹാബാ കിറാമിന്റെ കാലഘട്ടത്തിലോ, ഇമാമിയങ്ങളുടെ കാലഘട്ടത്തിലോ അഥവാ ഉത്തമ നൂറ്റാണ്ടുകളിൽ ആർക്കും ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കാൻ വേണ്ടി, ദിക്ർ ചൊല്ലിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുമിച്ച് കൂടിക്കൊണ്ട് സ്വലാത്ത് മജ്ലിസുകൾ ഉണ്ടാക്കുക എന്ന ഒരു സമ്പ്രദായം തന്നെ അവർക്കാർക്കും പരിചയമില്ല. പ്രിയമുള്ളവരെ, അവർക്കാർക്കും ആ സംഭവം പരിചയമില്ല. മറിച്ച് ഇസ്ലാം പാടത്തേക്ക്, അതല്ലെങ്കിൽ മൈതാനത്തേക്ക് പെരുന്നാളിന് പോകണം എന്ന് പറഞ്ഞപ്പോൾ മൈതാനം പാടില്ല, മൈതാനവും ഫുട്ബോൾ ഗ്രൗണ്ടും പറ്റൂല പെരുന്നാൾ നിസ്കാരത്തിന്, പള്ളിയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അതേ അവസരത്തിൽ റമദാനിന്റെ അവസാനത്തെ 10 നിങ്ങൾ പള്ളികളിൽ ഇരിക്കൂ എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞപ്പോ പള്ളിയല്ല പാടമാണ്, മുട്ടിപ്പടിയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് പോന്നു. മനസ്സിലാക്കണം, ഇസ്ലാമിലെവിടെ ഈ സമ്പ്രദായം ആര് തുടക്കം കുറിച്ചു? ചരിത്രം വരതി നോക്കിയാൽ ഹിജ്റ 10ാം നൂറ്റാണ്ടിൽ ഈജിപ്തുകാരനായ ഒരു മനുഷ്യനാണ് ആദ്യമായി മജ്ലിസ് സ്വലാത്ത് ഉണ്ടാക്കിയത് എന്നാണ് ഇവരുടെ ഒരു കിതാബിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എവിടെയാ ഉദ്ഘാടനം നിർവഹിച്ചത്? പറ്റിയ സ്ഥലത്ത് തന്നെ ഉദ്ഘാടനം നിർവഹിച്ചത്. എവിടെ? ഈജിപ്തിൽ ഒരു ദർഗയുണ്ട്, അഹമ്മദ് ബദവിയുടെ ഖബർ, അഹമ്മദ് ബദവിയുടെ ദർഗ. ബദവി ദർഗയിൽ വെച്ചാണത്രേ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ആരാ ബദവി? അവര് ബദവിയുടെ മൗലൂദ് കിതാബിൽ പോലും ബദവിയെ കുറിച്ച് പറയുന്നത് 5 നേരം നിസ്കരിക്കൂല മൂപ്പരെ, നിസ്കാരത്തിന് എന്താ വരാത്തത്? അന്നുള്ള ഒരാള് അദ്ദേഹത്തോടൊന്ന് വിനയ
വിനയത്തോടെ പോയി ചോദിച്ചപ്പോഴേക്ക് ഒരൊറ്റ തട്ട് തട്ടിയിട്ട് അയാളെ കാതങ്ങളോളം അപ്പുറത്തേക്ക് കറാമത്തിന്റെ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു എന്ന് എഴുതി വെച്ച അഹമ്മദ് ബദവി, അയാൾ മരിച്ചിട്ട് അയാളുടെ ദർഗയിലാണ് ഈ പരിപാടിക്ക് ആദ്യമായി തുടക്കം കുറിച്ചത് എന്ന് അവരംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ തന്നെയുണ്ട്. മുസ്ലിം ലോകത്തിന് പരിചയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോ സ്വഹാബത്തിനോ താബിഈങ്ങൾക്കോ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു നൂറ്റാണ്ടിലുള്ള ആളുകൾക്കും ഒരിക്കലും അവർക്കതിന് ഒരു തെളിവുകളും പറയാൻ കഴിയില്ല. മറിച്ച് ഇവര് പറഞ്ഞത് സത്യമാണെന്ന് അംഗീകരിച്ചാൽ തന്നെ 10ാം നൂറ്റാണ്ടിലാണ് ഇത് കൊണ്ടുവന്നത്. നമ്മൾ മനസ്സിലാക്കണം, സുന്നത്ത് ജമാഅത്തും അതുമായിട്ട് ബന്ധമില്ല. മാത്രമല്ല, ഇത് ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നു എന്ന് പറയാ. എന്നിട്ട് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്തൊരു സന്തോഷാണേ എന്നൊക്കെയാണ് തങ്ങന്മാര് വന്നിട്ട് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന് മുത്തുനബിക്ക് എന്തൊരു സന്തോഷാണേ, നമ്മളെല്ലാരെയും കാണുന്നുണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ മുത്തുനബി. നബിയേ നിങ്ങൾ കേൾക്കണില്ലേ, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ ഇവിടെ ഇല്ലേ, ഞങ്ങളെ കരച്ചിൽ കേൾക്കണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അട്ടഹസിക്കുന്നു, കരയുന്നു, കണ്ണുനീരൊലിപ്പിക്കുന്നു, തക്ബീർ ചൊല്ലിക്കുന്നു, ആമീൻ പറയിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചു തേടുന്നു. പേര് സ്വലാത്ത് മജ്ലിസ്, പേര് റസൂലുള്ളാഹിക്ക് വേണ്ടി ഗുണത്തിന് വേണ്ടി ചോദിക്കാനുള്ള സംഘം, അതല്ലെങ്കിൽ സദസ്സ്. ചോദിക്കുന്നത് നേരിട്ട് റസൂലുള്ളാഹിനോട് തന്നെ. അള്ളാഹിനോട് റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യണേ എന്ന് പറയാൻ ഒരുമിച്ച് കൂടിയ സദസ്സിൽ ചോദ്യം മുഴുവൻ റസൂലുള്ളാഹിനോട്. റസൂലേ ഞങ്ങൾക്ക് ഗുണം തരണേ, റസൂലേ ഞങ്ങളെ കാണുന്നില്ലേ, തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങന്മാരെന്ന് പറയുന്നവരും ഒറിജിനൽ തങ്ങളും അല്ലാത്ത തങ്ങളും ആരാണെന്നറിയാത്തവർ ലോകത്താ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങ് മദീനത്ത് കിടക്കുന്ന തങ്ങള് സാധുക്കളാണ് തങ്ങള്. ഞങ്ങളെ സദസ് കാണുന്നല്ല തങ്ങള്, ഞങ്ങളെ അവസ്ഥ കാണുന്നല്ല തങ്ങള്. ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്ന തങ്ങള്, ഞങ്ങളെ വിഷമമറിയുന്ന തങ്ങള്, ഞങ്ങളെ ബേജാററിയുന്ന തങ്ങള്. ഞങ്ങൾക്ക് പരിഹാരം വേണം തങ്ങള്. വിഷമങ്ങളുണ്ട് തങ്ങള്, പ്രയാസങ്ങളുണ്ട് തങ്ങള്, പ്രായമായ പെൺമക്കളുണ്ട് തങ്ങള്, ഒരുപാട് കടമുണ്ട് തങ്ങള്. എത്രയോ കാര്യം റബ്ബിനോട് ഞങ്ങൾ എണ്ണി പറഞ്ഞല്ലോ തങ്ങള്. ഇതിനൊക്കെ ഞങ്ങൾക്ക് ഫത്ഹ് വേണം തങ്ങള്, വിജയം വേണം തങ്ങള്, ഇജാബത്ത് വേണം തങ്ങള്. ഞങ്ങൾ ദോഷികളാണ് തങ്ങള്, പാപികളാണ് തങ്ങള്. പാവങ്ങളൊക്കെ അള്ളാഹ് പൊറുക്കണം തങ്ങള്, റെക്കമെൻഡ് ചെയ്യണം തങ്ങള്, സഹായിക്കണം തങ്ങള്, കൈപിടിച്ച് രക്ഷിക്കണം തങ്ങള്. ഞങ്ങൾ വഷളാക്കല്ല തങ്ങള്. ഉമ്മത്തീങ്ങളോട് സ്നേഹമുള്ള തങ്ങള്, അവിടുത്തെ സ്നേഹിച്ച് കൂടിയവരാണ് തങ്ങള്. ഇത്ര ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങള്. ഇത്ര മണിക്കൂറായിരിക്കുന്നു തങ്ങള്. കരുണയുടെ നോട്ടം വേണം തങ്ങള്, അവിടുത്തെ പൊരുത്തം വേണം തങ്ങള്. ഞങ്ങൾ ഹായിബാക്കല്ല തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്. ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, അത്താണിയായ തങ്ങള്. ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്. ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം തങ്ങള്. അവിടുത്തെ ശുപാർശ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്, ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്, ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്. മുത്തീങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹമുള്ള തങ്ങള്, ഞങ്ങൾ ഉമ്മയായ തങ്ങള്, ഉപ്പയായ തങ്ങള്, താണിയായ തങ്ങള്, സാധുക്കളാണ് തങ്ങള്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചവരാണ് തങ്ങള്. ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്. വാങ്ങിത്തരണ തങ്ങള്, വാങ്ങിത്തരണ തങ്ങള്. അതിന്റെ പ്രതിഫലം വേണം തങ്ങള്. 1000 മാസവും വേണം തങ്ങള്. അതിനൊന്നും കുറയരുത് തങ്ങള്. ഞങ്ങൾക്ക് വേണം തങ്ങള്. സാധുക്കളാണ് തങ്ങള്. തുക്കിൽ നിന്ന് വന്നവരാണ് തങ്ങള്, ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങള്. അമലുകളില്ല തങ്ങള്, കുറവാണ് തങ്ങള്. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കണം തങ്ങള്. ഞങ്ങൾ അവിടെ നിന്ന് സഹായിക്കണം തങ്ങള്. മുത്തീങ്ങളോട് സ്നേഹമുള്ള തങ്ങള്. ഞങ്ങളെ കൈവടിയല്ല തങ്ങള്. സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള സ്ഥലത്തേക്ക് സ്ത്രീകൾ അങ്ങനെ പുറപ്പെടുന്നതിന്റെ വിധി എന്താ എന്ന് പലപ്പോഴും ഇവർ ആളുകളോട് പറഞ്ഞിട്ടില്ല. സലാത്ത് മജ്ലിസുകളിലേക്ക്, അതുപോലെ തന്നെ നബിദിനത്തിന്റെ ഘോഷയാത്രയുടെ ജാഥ കാണാൻ, സ്കൗട്ട് അടിക്കുന്നത് കാണാൻ, ദപ്പടിക്കുന്നത് കാണാൻ, ആൾപ്പയറ്റ് കാണാൻ, പന്തം മിന്നുന്നത് കാണാൻ ഒക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ റോഡരികിൽ ഇങ്ങനെ എന്താ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. എന്താ അതിന്റെ വിധി എന്ന് ഇവരുടെ സുന്നത്ത് മാസിക 2005 സെപ്റ്റംബർ മാസത്തിലുള്ള ലക്കത്തിൽ ചോദ്യം വന്നു. ചോദ്യം വന്നപ്പോൾ
കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്നയാള് കൃത്യമായിട്ട് പറയാണ്, അദ്ദേഹത്തോടാണ് ചോദ്യം. അദ്ദേഹമാണ് ആ ലക്കത്തിൽ ചോദ്യത്തിന് മറുപടി കൊടുത്തത്. ചോദ്യവും ശ്രദ്ധിച്ചോളൂ, ഉത്തരവും ശ്രദ്ധിച്ചോളൂ. എന്താ ചോദ്യം? നബിദിനാഘോഷത്തിന്റെ പേരിൽ നടത്തപ്പെടുന്ന ദഫും സ്കൗട്ടും ഘോഷയാത്രയുമെല്ലാം കാണാൻ സ്ത്രീകൾ റോഡുകളിലും ടൗണുകളിലും തടിച്ചുകൂടുന്നു. ഇതിനെക്കുറിച്ചുള്ള ഇസ്ലാമിക വിധി എന്ത്? ചോദ്യം 1. രണ്ടാമത്തെ ചോദ്യം, സ്വലാത്തിനെന്ന പേരിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നതും വീട് വിട്ടിറങ്ങുന്നതും അനുവദനീയമാണോ? മുട്ടിപ്പടിയിലുള്ളവരും ചെട്ടിപ്പടിയിലുള്ളവരും ഏത് പടിയിലുള്ളവരും നല്ലോണം കേട്ടോളി. നിങ്ങൾ കൊടുത്ത ഫത്വയായി പറയുന്നത്, നിങ്ങൾ കൊടുത്ത ഫത്വയാണ് ഈ പറയുന്നത്. എന്താ ഉത്തരം കേട്ടോളൂ. ഉത്തരം AP മുഹമ്മദ് മുസ്ലിയാർ കൊടുക്കുന്ന ഉത്തരം എന്താ പറയുന്നത്? ദഫ് സ്കൗട്ട് ഘോഷയാത്ര കാണാൻ വേണ്ടി റോഡുകളിലും ടൗണുകളിലും സ്ത്രീകൾ തടിച്ചുകൂടുന്നത് ഏതു പരിപാടിയുടെ പേരിലായിരുന്നാലും ശരിയല്ല. ഈ നബിദിനത്തിന്റെ പേരിലാണെങ്കിലും നേർച്ചപ്പൂരാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും ഉസ്താദിനെ ആനയിച്ചു കൊണ്ടോണ പോക്കാണെങ്കിലും ഒരുപാട് അകമ്പടിയോടുകൂടെ കൊണ്ടുപോകുകയാണെങ്കിലും അല്ലെങ്കിലും മുടിയാണെന്ന് പറഞ്ഞ അമ്മുവിന്റെ മുടി കൊണ്ടുപോകണ ഘോഷയാത്രയാണെങ്കിലും ഏത് മുടി കൊണ്ടുപോകുകയാണെങ്കിലും ഏത് പൊടിയിട്ട വെള്ളം കൊണ്ടുപോകുകയാണെങ്കിലും ഒരു നിലക്കും പെണ്ണുങ്ങളൊന്നും കാണാൻ വേണ്ടി തടിച്ചുകൂടാൻ പാടില്ല. അടുത്തത് കേട്ടോളൂ. പുറത്ത് സംഘടിപ്പിക്കുന്ന സ്വലാത്ത് ദിക്റുകൾക്കും, ഒന്നുകൂടെ കേട്ടോളൂ, പുറത്ത് സംഘടിപ്പിക്കുന്ന സ്വലാത്ത് ദിക്റുകൾക്കും സ്ത്രീകൾ പങ്കെടുക്കാവുന്നതല്ല. നിർബന്ധമായ കാര്യങ്ങൾ പഠിക്കുന്നതിന് മതപ്രസംഗങ്ങളിൽ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് സഹോദരിമാർക്ക് അനിവാര്യമെങ്കിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പൊ പെണ്ണുങ്ങൾക്ക് എവിടെയാ പോകേണ്ടത്? അനിവാര്യമാണെങ്കിൽ നിർബന്ധമായ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി മതപ്രസംഗങ്ങളിൽ അതും നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അനിവാര്യമെങ്കിൽ പങ്കെടുക്കാവുന്നതാണ്. അതല്ലാതെ പുറത്ത് സംഘടിപ്പിക്കുന്ന സ്വലാത്ത് ദിക്റുകൾക്കൊന്നും സ്ത്രീകൾ പങ്കെടുക്കാവുന്നതല്ല. നിങ്ങൾ ഇതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അതോ മാറ്റിയിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ വാദം? അറിയാൻ താല്പര്യമുണ്ടാകും സമൂഹത്തിന്. ആളുകൾ മനസ്സിലാക്കിക്കോ. അപ്പൊ ഇങ്ങനത്തെ ആചാരങ്ങളും ഈ സംസ്കാരങ്ങളും ഈ സമ്പ്രദായങ്ങളും ഒന്നും സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതല്ല. അതുകൊണ്ട് പലരും ചോദിക്കും, നിങ്ങൾ ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ തങ്ങന്മാരെ കുറ്റം പറയല്ലേ? എന്നാലും നമ്മളൊക്കെ ബുഖാരിയല്ലേ, ആ തങ്ങളല്ലേ, ഈ തങ്ങളല്ലേ, ഇവരൊക്കെ തങ്ങന്മാരല്ലേ? തങ്ങന്മാരിനിപ്പോ എന്തെന്നെ ചെയ്താലും നമ്മൾ അവരെ അങ്ങനെ പറയാൻ പാടുണ്ടോ? ആരാ ഇവിടെ തങ്ങന്മാരെ പറയുന്നത്? തങ്ങന്മാര് അഹ്ലു ബൈത്ത് ആരാ നിഷേധിക്കുന്നത്? അങ്ങനെ ഒരു ധാരണ ഉണ്ട് പല ആളുകൾക്കും. മുജാഹിദുകൾ അഹ്ലു ബൈത്തിനെ നിന്ദിക്കുന്നവരാണ്. എങ്ങനെയാ സഹോദരാ നിന്ദിക്കുക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബമാണെന്ന് സ്ഥിരപ്പെട്ട അഹ്ലു ബൈത്തിനെ ആദരിക്കണം, ബഹുമാനിക്കണം. യാതൊരു സംശയവും ആ കാര്യത്തിൽ ആർക്കും വേണ്ട, ആർക്കും ഒരു സംശയവും ഇല്ലതാനും. പക്ഷേ അഹ്ലു ബൈത്താണ് എന്ന് പറഞ്ഞിട്ട് പലരും നടക്കുന്നുണ്ട്, പലരും പരമ്പര പറയുന്നുണ്ട്, പലരും പരമ്പര ഉണ്ടാക്കുന്നുണ്ട്. അത് ശരിയല്ല എന്ന് മനസ്സിലാകലപ്പോഴാ ഇപ്പുറത്തുള്ള ഗ്രൂപ്പിൽ നിന്നുള്ള തങ്ങള് അപ്പുറത്തേക്ക് പോയാൽ ഇതുവരെ തങ്ങളായിരുന്നയാള് തങ്ങളല്ലാതാകും. അപ്പുറത്തെ ഗ്രൂപ്പിലുള്ള വലിയ തങ്ങള് ഇപ്പുറത്തേക്ക് ഗ്രൂപ്പ് മാറി വന്നാൽ അതുവരെ അവിടെയുള്ളവർ തങ്ങളെന്ന് പറഞ്ഞു കൊണ്ട് നടന്നിരുന്നയാള് തങ്ങളല്ലാതായി മാറും. ഈ ഒരു അവസ്ഥ എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തോട് സ്നേഹം വേണം, ബഹുമാനം വേണം. ലോകത്തതിന് നിലനിൽക്കുന്നുണ്ടോ? ഉണ്ട്. ഖിയാമത്ത് നാൾ വരെ അവിടുത്തെ പരമ്പരയുണ്ടാകും. പക്ഷേ അവരാര്, എവിടെ, എങ്ങനെ? അവരുടെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തിൽ പെടാത്തവർ അവരുടെ പേരിൽ ആരെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അവർക്കാണ് അതിന്റെ എല്ലാവിധത്തിലുള്ള അപകടങ്ങളും നരകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. വമനിദ്ദഅ ഖൗമൻ ലൈസ ലഹു ഫീഹിം നസബുൻ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ. ആരെങ്കിലും ഒരു സമൂഹത്തിലേക്ക്, ഒരു ജനതയിലേക്ക് ചേർത്തി പറഞ്ഞു, ആ വ്യക്തിക്ക് ആ സമൂഹവുമായിട്ട് ചേർത്തി പറയാൻ ഒരു നിലക്കും ബന്ധമില്ല, അവകാശമില്ല. അങ്ങനെ ഇല്ലാത്ത കബീലയിലേക്ക്,
കള്ളം പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും കബീലയിലേക്ക്, ഗോത്രത്തിലേക്ക്, കുടുംബത്തിലേക്ക് ആരെങ്കിലും ചേർത്തു പറയുകയാണെങ്കിൽ നരകത്തിയിൽ അവന്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം തരപ്പെടുത്തിക്കൊള്ളട്ടെ. എരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തിൽപ്പെട്ടയാളാണെന്ന് ഇനി കൃത്യമായി തന്നെ തെളിഞ്ഞാൽ പോലും ഇസ്ലാമിൽ ഒരു നിബന്ധനയുണ്ട്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും കറാമത്തുള്ളവൻ, ഏറ്റവും റബ്ബിന്റെ അടുക്കൽ ആദരവുള്ളവർ, അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പടച്ച റബ്ബിനെ പേടിയുള്ളവരാരാണോ അവരാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമന്മാർ. അവർക്കാണ് ആ പവറുള്ളത്. തങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടായില്ല. തങ്ങന്മാര് നിൽക്കേണ്ട പദവിയിൽ നിൽക്കണം. തങ്ങൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരാണോ എങ്കിൽ ആ തങ്ങന്മാര് നിൽക്കേണ്ട സ്ഥലത്ത് അവർ നിൽക്കണം. അവരുടെ സ്ഥാനം അവർ കുറച്ചു കാണിക്കരുത്. അവരുടെ ബഹുമാനം അവരായിട്ട് അവർ നഷ്ടപ്പെടുത്തരുത്. അതെപ്പോഴാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അവർ നിലനിൽക്കുന്നിടത്തോളം കാലമാണ് അവർക്ക് ബഹുമാനമുള്ളത്. ഇല്ലെങ്കിൽ ബഹുമാനുണ്ടോ? നിങ്ങൾ നോക്കൂ, ഒരു രണ്ട് വരി കവിത കേൾപ്പിക്കട്ടെ. ലഅംറുകമൽ ഇൻസാനു ഇല്ലാ ബിദീനിഹി ഫലാ തത്റുകി തഖ്വത്തി ഖാലൻ അലൻ നസബി لقد رفع الإسلام سلمان فارسي وقد وضع الشرك نسيبا أبا لهبي. വളരെ ചിന്തിച്ചോളണം ആ കവിതയുടെ ആശയം. നീ ചിന്തിച്ചോ മനുഷ്യ, നീ നിന്റെ ദീന് കൊണ്ടേ നീ വിജയിക്കുകയുള്ളൂ. ആദർശമാണ് വലുത്. നീ നിന്റെ തഖ്വ, പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാതെ ഇന്ന കുടുംബത്തിന്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് നീ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു പ്രയോജനവും ഇല്ല. ഇന്ന തറവാടാണ്, ഇന്ന കുടുംബമാണ്, ഇന്ന കബീലയാണ്, അതേ ഹാഷിം കുടുംബമാണ്, അബ്ബാസ് കുടുംബമാണ്, ഫാത്തിമികളാണ്, അലവികളാണ്, ബാലവികളാണ്, അങ്ങനെ പല കുടുംബത്തിലേക്കും നീ ചേർത്തി പറഞ്ഞിട്ട് തഖ്വയില്ലാതെ ജീവിച്ചാൽ ഒരു പ്രയോജനവും ഇല്ല. അതിന് ചരിത്രം സാക്ഷിയാണ്. ലഖദ് റഫഅൽ ഇസ്ലാമു സൽമാന ഫാരിസി വഖദ് വളഅ ശിർകുൻ നസീബാ അബാ ലഹബി. ഏതോ വിദൂര ദേശത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബ ബന്ധവുമായിട്ട് അല്പം പോലും ബന്ധമില്ലാതെ അങ്ങ് വിദൂര ദേശമായ പേർഷ്യയിൽ നിന്ന് ഫാരിസിയായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് വന്നപ്പോൾ, അതനുസരിച്ച് മഹാനവറുകൾ ജീവിച്ചപ്പോൾ ഇസ്ലാമിൽ അദ്ദേഹത്തിന് എത്ര വലിയ പദവിയിലേക്കാണ് അദ്ദേഹം ഉയർത്തപ്പെട്ടത്. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച മക്കയിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് അവിടുത്തെ കുടുംബത്തിലെ മെമ്പറായിട്ട് പോലും അബൂലഹബിനെ അതേ ശപിച്ചുകൊണ്ടിരിക്കുകയല്ലേ മുസ്ലിമീങ്ങൾ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടയാള് അബൂലഹബിന് നാശമെന്നല്ലേ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഒരു തങ്ങൾ കുടുംബത്തിലെ മെമ്പറുമല്ലാതെ ഫാരിസിക്കാരനായ പെർഷ്യക്കാരനായ സൽമാൻ റളിയല്ലാഹു അൻഹുവിന് അത്യുന്നത പദവി ഇസ്ലാം കൊടുത്തപ്പോ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവ്യനായ അബൂലഹബ് ശപിക്കപ്പെട്ടു പോയി. എന്തേ കാരണം? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സന്ദേശങ്ങളെ കൈയൊഴിച്ചോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, നമുക്ക് തങ്ങന്മാരോട് ഒരു വെറുപ്പില്ല. നിങ്ങൾ ഒറിജിനൽ തങ്ങളാണോ? നല്ലത്. ഒറിജിനൽ തങ്ങളായി നടന്നോളൂ. ഒറിജിനൽ തങ്ങളായി ഒറിജിനൽ തങ്ങൾ പഠിപ്പിച്ച സന്ദേശത്തിലേക്ക് വരൂ. അതാ നമ്മൾ പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി, തങ്ങന്മാരുടെ നേതാവ്, ലോക മുസ്ലിമീങ്ങളുടെ നേതാവ്, റഹ്മത്തുൽ ലിൽ ആലമീൻ, അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങളിലേക്ക്, ആദർശങ്ങളിലേക്ക് തിരിഞ്ഞു വരണം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് നോക്കൂ, എപ്പോഴാ തങ്ങന്മാർക്ക് ആദരവുള്ളത്? ശരിക്കും ശ്രദ്ധിച്ചോളണം. ഇദാ കാനൂ മുത്തബിഈന ലിസ്സുന്നത്തിൻ നബവിയ്യത്തി
الصحيحة الواضحة الجلية كما كان عليه سلفهم كالعباس وبنيه وعلي وأهل ذريته رضي الله عنهم أجمعين. അഹ്ലു ബൈത്തിന് ബഹുമാനമുണ്ട്, ആ കുടുംബത്തോട് നമുക്ക് സ്നേഹമുണ്ട്. എപ്പോഴാണതെന്നോ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വ്യക്തമായ സുന്നത്തുകളെ പിൻപറ്റുന്നിടത്തോളം കാലം. ഏതുപോലെ അവരുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നല്ലോ. അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസിന്റെ കുടുംബം, മക്കള് അലി റളിയല്ലാഹു അൻഹു, അവിടുത്തെ സന്താന പരമ്പരകൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരൊക്കെ നടന്ന ആ പാതയിൽ മുന്നോട്ട് പോകുന്നിടത്തോളം കാലം. ഇന്നെന്താ ഉള്ളത്? ഇന്നുള്ളത് തങ്ങന്മാരാന്ന് പറഞ്ഞിട്ട് പലരും ഓരോരുത്തരെ കബീലയാണ് പറയാണ്, കളവ പറയുന്നത് പലപ്പോഴും. അങ്ങനെ പറഞ്ഞാലുള്ള ഗൗരവം എന്താണെന്നറിയോ? പറഞ്ഞാലുള്ള ഗൗരവം വഖദ് സബതൻ മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ്, മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സ്ഥിരപ്പെട്ട് കഴിഞ്ഞൊരു കാര്യമുണ്ട്. മനിൻ തസബ ഇലാ ബൈത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും ബാത്തിലായ നിലക്ക് നബി കുടുംബത്തിലേക്ക് തന്റെ പേര് ചേർത്തി പറഞ്ഞാൽ യുളറബു ദർബൻ വജീഅൻ വയുശഖർ, പരസ്യമായി അവനെ അടിക്കണം എന്നാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് എഴുതി വെച്ചത്. പരസ്യമായിട്ട് അവനെ അടിക്കണം. വയുഹ്ബസു തവീലാ, അവരെ ഒരുപാട് കാലം അവനെ ജയിലിലിട്ടോളണം, അവൻ തൗബ ചെയ്ത് പുറത്തു വരുന്നത് വരെ. കാരണം ലിഅന്നഹു ഇസ്തിഗ്ഫാഫുൻ ബിഹഖ്ഖിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ മഹിതമായ പേരിലേക്കല്ലേ അവൻ ചേർത്തി പറഞ്ഞ് കള്ളമുണ്ടാക്കിയത് എന്ന്. അതേ, എത്രയോ ആളുകൾ അലവികൾ എന്ന പേരിൽ, ഫാത്തിമികൾ എന്ന പേരിൽ കേവലം ഉബൈദിയാക്കള് ഖബർ കെട്ടിപ്പടുത്തുകൊണ്ട്, ജാറങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മുസ്ലിം ഉമ്മത്തിലേക്ക് അലവി ഭരണാധികാരികൾ, ഫാത്തിമിയ ഭരണാധികാരികളൊക്കെ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലേക്ക് ചേർത്ത് പറഞ്ഞ്, അലി റളിയല്ലാഹു അൻഹുവിലേക്ക് കുടുംബത്തെ ചേർത്ത് പറഞ്ഞ് നുണ പറഞ്ഞ് ഫിത്നയുണ്ടാക്കിയപ്പോൾ ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങൾ ആ കാലഘട്ടങ്ങളിൽ തന്നെ വിരചിതമായി. എന്തിന്? ഇത്തരം തട്ടിപ്പുകാരെ പുറത്തു കൊണ്ടുവരാൻ. അതുകൊണ്ട് തങ്ങന്മാരാണ്, എന്തും ചെയ്യാനൊന്നും ആരും വിചാരിക്കണ്ട. തങ്ങളാണോ തങ്ങളുടെ സ്ഥാനത്ത് മർത്തബയിൽ അവിടെ നിന്നോളണം. പിന്നെ തങ്ങളായാലുള്ള വലിയൊരു പ്രത്യേകത എന്താണ്? സക്കാത്ത് കൊടുക്കാൻ പാടില്ല, സക്കാത്ത് കൊടുക്കാൻ പാടില്ല. തങ്ങളായാലും ആനുകൂല്യം കിട്ടാനാ പലപ്പോഴും തങ്ങളാന്ന് പറയല്. ഞാൻ ദ്വീപെന്ന് വന്ന തങ്ങളാ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പണ്ട് കുറെ ഖലീഫമാര് വരാറുണ്ട്, ഞങ്ങൾ ദ്വീപെന്ന് വന്നതാ, ദ്വീപിലുള്ള തങ്ങളാ, എന്താ വേണ്ടത്? സക്കാത്തിന്റെ നെല്ലും അരിയൊക്കെ വേണം എന്നാണ്. എന്നാ പിന്നെ തങ്ങന്മാർക്ക് തങ്ങളാണെന്ന് അറിഞ്ഞാ പിന്നെ കൊടുക്കണ്ടെന്നല്ലേ? അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപ്പെട്ട പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു തആല അൻഹു, അതേ മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്തായ ബൈത്തുസ് സക്കാത്തിലേക്ക് പിരിച്ചെടുത്തിട്ടുള്ള കാരക്ക മദീനത്തെ പള്ളിയുടെ ഒരു മൂലയിൽ കൂട്ടിയിട്ടപ്പോ ഇഴഞ്ഞു നീങ്ങിയ ഹസൻ എന്ന എട്ടും പൊട്ടും തിരിയാത്ത പേരക്കിടാവ് അതിൽ നിന്നൊരു ചുള കാരക്ക വായിലിട്ടപ്പോ, ഓനെ കഹിൻ കഹിൻ, തുപ്പിക്കളയുമോനെ, കക്കിക്കളയുമോനെ, അത് നമുക്ക് പാടില്ല. ആര് മുഹമ്മദ്? നമ്മൾ മുഹമ്മദിന്റെ കുടുംബമാണ്, നമുക്കത് നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആരും ആ നിലക്കല്ല പറയുന്നത്. മറിച്ചിതാ ഇന്ന് തങ്ങന്മാരെന്ന് പറയുന്നവർ അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാനകാല ഉപദേശം പോലും കാറ്റിൽ പറത്തുന്നു. അവിടുന്ന് പറഞ്ഞില്ലേ, ലാ തജ്അലൂ ഖബരി ഈദാ, നിങ്ങൾ എന്റെ ഖബറിനെ ആഘോഷ സ്ഥലമാക്കി മാറ്റരുതേ. അവിടുന്ന് പ്രാർത്ഥിച്ചില്ല റബ്ബിനോട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി എന്റെ ഖബറിനെ മാറ്റല്ല റബ്ബേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഓ ജനങ്ങളെ, യഹൂദി നസ്രാനികൾക്ക് ശാപകോപം കിട്ടാൻ കാരണം അവരവരുടെ പുണ്യാളന്മാരുടെ ഖബറുകൾ ഉയർത്തിയതാണ്, അത് മസ്ജിദുകളാക്കി മാറ്റിയതാണ്. അത് ഞാൻ നിങ്ങളോട് വിരോധിക്കുന്നു. അത് അരുതേ, അത് ചെയ്യരുതെന്ന് പഠിപ്പിച്ച മഹാനായ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മുഴുവൻ മുസ്ലിമീങ്ങളുടെ, ലോക മുസ്ലിമീങ്ങളുടെ നേതാവിന്റെ മരണസമയത്തിന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ പോലും മരണവേദനയുമായി അവിടുന്ന് അതാ സമീപിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് പോലും ആ ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകളെ കുറിച്ച് അവിടുന്ന് പഠിപ്പിച്ചിട്ട് ഇന്നത്തെ തങ്ങന്മാരിതാ ആ റസൂലുള്ളാഹിന്റെ കുടുംബ പാരമ്പര്യം പറയുന്നവരിതാ ജാറത്തിന് തറക്കല്ലിടുന്നു, അതിന്മേൽ പോയി
പോയി പട്ടുമൂടുന്നു, അവിടെ വിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു, അതിന്മേൽ മുത്തി മണക്കുന്നു, അതിന്റെ ചുറ്റും തവാഫിന്റെ രൂപത്തിൽ നടക്കുന്നു, അതിന്മേൽ സുജൂദിന്റെ കോലത്തിൽ നെറ്റിത്തടം വെക്കുന്നു. ഇത് ഇസ്ലാമാണോ? നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് എത്രയോ ശുഹദാക്കളെ മറമാടിയിട്ടില്ലേ, സാലിഹീങ്ങളെ മറമാടിയിട്ടില്ലേ, സിദ്ദീഖീങ്ങളെ മറമാടിയിട്ടില്ലേ? ആരുടെ ഖബറാണ് ഒരു ചാണിലപ്പുറം ഉയർത്തിയിട്ടുള്ളത്? ആരുടെ ഖബറാണ് കെട്ടിപ്പടുത്തിട്ടുള്ളത്? ആരുടെ ഖബറാണ് കുമ്മായമിട്ടിട്ടുള്ളത്? ആരുടെ ഖബറിന്റെ മേലാണ് പട്ടുവസ്ത്രമോ മറ്റു വസ്ത്രങ്ങളോ മൂടിയിട്ടുള്ളത്? ആരുടെ ഖബറിൻ പുറത്താണ് വിളക്ക് കൊളുത്തിയിട്ടുള്ളത്? പറയൂ സുന്നത്ത് ജമാഅത്തുകാരെ, അത് അവകാശപ്പെടുന്നവരെ, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ മാതൃകയിൽ ഇതിന് തെളിവില്ല. അതുകൊണ്ട് ഈ പണി ചെയ്യുന്ന തങ്ങന്മാര് ഒറിജിനൽ തങ്ങളാണെന്ന് പറയാൻ നിവൃത്തിയില്ല. അതുപോലെ തന്നെ എത്രയോ ജനങ്ങളുടെ വീടുകളിൽ പോയിട്ട് അവരതാ പാവപ്പെട്ട മനുഷ്യൻ അവന്റെ ചോരയും നീരാക്കിക്കൊണ്ട് അധ്വാനിച്ചുകൊണ്ട് പ്രവാസ ലോകത്തേക്ക് അവൻ ഫ്ലൈറ്റ് കയറി, അവന്റെ ഭാര്യയുടെ ആഭരണങ്ങൾ വിറ്റ് പണയപ്പെടുത്തി, ഇരിക്കുന്ന ഭവനം പോലും പണയപ്പെടുത്തി, ഗൾഫ് രാജ്യത്ത് പോയിട്ട് ഒരൽപ്പം സമ്പാദിച്ച് അവന്റെ ജീവിതത്തിന്റെ സ്വപ്നമായ തന്റെ കുഞ്ഞുമക്കളെയും കൊണ്ട് അന്തിയുറങ്ങാൻ അവന്റെ സ്വപ്നമായ ഒരു വീടെടുത്താൽ ചില തങ്ങന്മാര് നോട്ടക്കാരായി കടന്നു വരുന്നു. ഓ മനുഷ്യ, നിങ്ങൾക്ക് ദാരിദ്ര്യം പോകൂല, കന്നിമൂല പ്രശ്നമാണ് കേട്ടോ. അടുക്കള വേണ്ടാത്തിടത്താണ്, കിണർ വേണ്ടാത്തിടത്താണ്, ടോയ്ലറ്റ് വേണ്ടാത്തിടത്താണ്, ബെഡ്റൂം വേണ്ടാത്തിടത്താണ്. ഓ പെങ്ങളെ, നീ അടുപ്പ് കത്തിക്കുമ്പോ തിരിഞ്ഞു നിൽക്കുന്നത് കിഴക്കോട്ടായി പോയി, അതല്ലെങ്കിൽ പടിഞ്ഞാറോട്ടായി പോയി, അതല്ലെങ്കിൽ തെക്ക് കിഴക്ക് മൂലയിലേക്കായി. അവിടെ വാസ്തുവുണ്ട്, അവിടെ കന്നിമൂലക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞ് കുഫിരിയത്തിന്റെ തനിച്ച വാദങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് എത്രയോ പാവപ്പെട്ടവന്റെ വീടുകൾ, കക്കൂസുകൾ, ടോയ്ലറ്റുകൾ, അടുക്കളകൾ, ബെഡ്റൂമുകൾ, കിണറുകൾ പൊളിച്ചവരെ, പൊളിപ്പിക്കുന്ന തങ്ങന്മാരെ, നിങ്ങളേത് തങ്ങളാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തിലേക്ക് ചേർത്ത് പറയാൻ, ഓ തങ്ങളെ, നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? പാവപ്പെട്ടവന്റെ ചോരനീരാക്കി അധ്വാനിച്ച് വിയർത്തുണ്ടാക്കിയ അവന്റെ വീട് പൊളിച്ചു കളയണമെന്ന്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രോഗം മാറില്ലെന്ന്, ഇല്ലെങ്കിൽ ഇവിടെ മരണം എപ്പോഴും സംഭവിക്കുമെന്ന്, നിങ്ങളുടെ ഇവിടെ നിന്ന് പ്രയാസങ്ങൾ വിട്ടുമാറില്ലെന്ന് പറഞ്ഞ് കക്കൂസും വീടുകളും ഒക്കെ പൊളിപ്പിച്ച് കളയുന്ന ഓ തങ്ങന്മാരെ, ഇത് ഇസ്ലാമിലെ തങ്ങളുടെ സന്ദേശമല്ല, ആ തങ്ങൾ പഠിപ്പിച്ച ദീനല്ല എന്ന് കൃത്യമായി നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ കന്നിമൂല തങ്ങന്മാർ ഇസ്ലാമിലില്ല, ഇങ്ങനത്തെ ഒരു പരിപാടിയില്ല. അപ്പൊ കന്നിമൂല കുഫിരിയത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിലെ ഒരു സഹോദരൻ ഒരു പുസ്തകം എഴുതിയത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല, പക്ഷേ അദ്ദേഹത്തോട് പറയാണ്, നിങ്ങൾ നല്ലൊരു കാര്യം, ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത, അതല്ലെങ്കിൽ ധൈര്യമില്ലാത്തൊരു മേഖലയിലേക്കാണ് നിങ്ങൾ കാലെടുത്ത് വെച്ചിട്ടുള്ളത്. അതേ ധൈര്യം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ ആശയങ്ങളിലേക്ക് നിങ്ങളിപ്പോൾ കന്നിമൂല കുഫിരിയത്താണ് എങ്ങനെ കണ്ടുപിടിച്ചോ, അതേ ഭൂതക്കണ്ണാടി വെച്ച്, അതേ മാനദണ്ഡം വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് അളക്കണേ, ഒന്ന് പഠിക്കണേ. അല്ലാഹു നല്ല രൂപത്തിലുള്ള മാർഗദർശനം കിട്ടും, ഒരു സംശയവുമില്ല. കന്നിമൂല കുഫിരിയത്തിലേക്ക് എന്ന പുസ്തകം അത് പ്രകാശനം ചെയ്തതൊരു തങ്ങളാണെന്ന് കാണുന്നു. ആയിക്കോട്ടെ, നല്ല കാര്യം ആര് ചെയ്താലും നമ്മൾ പിന്തുണക്കും. അത് തങ്ങളാണോ അല്ലേ എന്നൊന്നും നമ്മൾ നോക്കൂല. അതുകൊണ്ട് ഈ കന്നിമൂലയും വാസ്തുദേവനും ഒക്കെ ഹൈന്ദവ സംസ്കാരമാണ്, അത് ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടണ്ട. ആ നിലക്ക് വീടുകൾ പൊളിക്കുന്ന, അതുപോലെ തന്നെ കുറ്റിയടിച്ചത്, കട്ടില വെച്ചത് പറിച്ചറിയുന്ന ഉമ്മമാരെ പേടിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ മോനോട് മര്യാദക്ക് പറഞ്ഞോളൂ. ഒരിക്കൽ എന്റെ ഒരു സഹോദരൻ ഷാർജയിലുള്ള ഒരു സുഹൃത്തനോട് പറഞ്ഞു, എന്റെ ഉമ്മ സമ്മതിക്കുന്നില്ല, ഉമ്മ കരച്ചിലോട് കരച്ചിലാണ്, ഞാൻ ഉണ്ടാക്കിയ വീട് പൊളിച്ചു കളയണമെന്നാണ് തങ്ങൾ വന്നുകൊണ്ട് പറയുന്നത്. കാസർകോട്ടുകാരനോട് വടിത്തങ്ങളുടെ കയ്യിൽ ഒരു ചൂരല, വടിത്തങ്ങൾ വന്നിട്ട് ഇങ്ങനെ മുട്ടി നോക്കുമ്പേ ഇവിടെ പറ്റൂല, ഇത് പൊളിക്കണം, അവിടെ പൊളിക്കണം. ആരാണ് ഇയാൾക്ക് ഈ വടി കൊടുത്ത് അധികാരം കൊടുത്തത്? എന്ത് വടിയും കൊണ്ടാണ് ഇയാൾ നടക്കുന്നത്? ഈ രൂപത്തിൽ സമൂഹമേ നമ്മെ അമ്പരപ്പിക്കുന്ന, നമ്മെ അതിശയിപ്പിക്കുന്ന, നമ്മെ കുഫിരിയത്തിലേക്ക് കൊണ്ടുപോകുന്ന
തങ്ങന്മാരല്ല. അതുകൊണ്ട് ആ രൂപത്തിൽ പറഞ്ഞു പേടിപ്പിക്കുന്ന ആശയം സുന്നത്ത് ജമാഅത്തിന്റെ നേതാവായ തങ്ങളുടെ ആശയമല്ല. അതുപോലെ തന്നെ നഹ്സ് പറഞ്ഞു പേടിപ്പിക്കുക. എന്താ? കല്യാണം നിശ്ചയിക്കണം, യാത്ര പോകണം, ഗൾഫിലേക്ക് ടിക്കറ്റ് ഒക്കെ ആക്കണം എന്നാ തങ്ങളെ നല്ലത്. അപ്പൊ തങ്ങൾ പറയും തിങ്കളാഴ്ച പറ്റൂല, വ്യാഴാഴ്ച പറ്റൂല, മുഹറം 10 കഴിയട്ടെ, ഒടുക്കത്തെ ബുധനാഴ്ചയാണ്, ആദരവായ റസൂലുള്ളാഹിക്ക് പനി തുടങ്ങിയ ദിവസമാണ്, ഒടുക്കത്തെ ബുധനാഴ്ച എല്ലാ പൊതിനും ആകെ കൂടി ഷർറാണ്, അത് പറ്റൂല, കല്യാണക്കുടി പറ്റൂല, വീടിന് കുടിയിരിക്കാൻ പറ്റൂല, കുറ്റിയടിക്കാൻ പറ്റൂല, വാഹനം റോട്ടിലിറക്കാൻ പറ്റൂല, ആകെ പ്രശ്നമാണ്, ഒക്കെ നഹ്സാണെന്ന് പറഞ്ഞിട്ട് ഈ ഖലീൽ ബുഖാരിയുടെ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുന്ന മഅ്ദിനിന്റെ കലണ്ടറിൽ വളരെ കൃത്യമായി എഴുതി വെച്ചു, ലോക മുസ്ലിമീങ്ങൾ ഏറ്റവും പുണ്യമുള്ള ദിവസമായി കാണുന്ന ദുൽഹജ്ജ് 10 പോലും ഏറ്റവും വലിയ നഹ്സാക്കി എഴുതി വെച്ചു. വല്ലാത്തൊരു ദുരന്തം. വിശുദ്ധ റമദാനിന്റെ ദിവസങ്ങൾ ആ കലണ്ടറിൽ നഹ്സാണ്, ഒന്നിനും കൊള്ളാത്ത ദിവസങ്ങളാണ്. ആര് പഠിപ്പിച്ചു തങ്ങളെ? ആര് പഠിപ്പിച്ചു ഈ ആദർശം? ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ആദർശവുമായി ബന്ധമില്ല. ഇത് ജൂദായിസമാണ്. നഹ്സ് നോക്കുന്നത്, ദിവസങ്ങളെ ചീത്ത പറയുന്നത് അവിടുന്ന് വിലക്കിയിട്ടുണ്ട്. ലാ തസുബ്ബുദ്ദഹ്റ, നിങ്ങൾ കാലത്തെ, നിങ്ങൾ സമയത്തെ പഴിക്കരുത്, ചീത്ത പറയരുതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം രാവും പകലും അടങ്ങുന്ന സമയത്തിന്റെ സൃഷ്ടാവ് അല്ലാഹു റബ്ബുൽ ആലമീനാണ്. ആ റബ്ബിനെ ചീത്ത പറയലായി മാറും എന്ന് പഠിപ്പിച്ച നേതാവിന്റെ അനുയായികൾ എന്ന് പറയുന്നവർ ഇറക്കുന്ന കലണ്ടറുകളിൽ മുഴുവനും നഹ്സുകളാണ്. അത്തരത്തിലുള്ള നഹ്സുകൾ എന്നല്ല പറയേണ്ടത്, ഹായിന്റെ ചോടെ ഒരു പുള്ളിയിട്ടിട്ട് നജസുകൾ എന്ന് പറഞ്ഞോളൂ. കാരണം അത് ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവന്ന നജസുകളാണ്. ഇസ്ലാമിൽ അങ്ങനെയുള്ള നജസ് വേണ്ട. അത് പുറത്ത് തന്നെയാണ്, സുന്നത്ത് ജമാഅത്തിന്റെ അകത്തല്ല, അത് പുറത്താണ് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ദുർമന്ത്രങ്ങളുമായി നടക്കുന്നവർ, മുട്ടറുക്കുന്നവർ, കോഴിമുട്ടയിൽ പണിയെടുക്കുന്നവർ, കരിക്കിൽ പണിയെടുക്കുന്നവർ, അണിതറക്കുന്നവർ, ആ നിലക്കുള്ള പ്രത്യേകമായ കാര്യങ്ങൾ, ഹോമവും മുട്ടറുക്കലും അതുപോലെയുള്ള ബുദ്ധിമുട്ടറുക്കലും ജാറങ്ങളും ദർഗകളും അതുമായി ബന്ധപ്പെട്ടുള്ള പൂരങ്ങളും ചെണ്ടയും കുഴലൂത്തും എല്ലാത്തിനും സപ്പോർട്ട് നൽകുന്ന ആളുകൾ, മൗലവിമാരെ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നാളെ പറയണ്ട, ഞങ്ങളൊക്കെ പണ്ടേ ഇതിനെ എതിർക്കുന്ന ആളുകളാണ് പോലും. ഞങ്ങളാരും ചെണ്ടക്കെതിരാണ്, ഞങ്ങളൊക്കെ ചെണ്ടക്ക് ഞങ്ങളെതിരാണ്, ആനക്കെതിരാണ്, കൊയൽവിളിക്കെതിരാണ്. പക്ഷേ പലരും ചോദിച്ചാൽ പറയും ചെണ്ടക്കെന്താ കുഴപ്പം, ആനക്കെന്താ കുഴപ്പം എന്നൊക്കെ പലരും ചോദിക്കുമെങ്കിലും പറയും സമസ്ത പണ്ടേ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. വളരെ വിനയത്തോടെ ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനല്ലേ ശാലിയാത്തി? ആ ശാലിയാത്തിയുടെ ഫത്വയെ പറ്റി നിങ്ങൾ എന്തു പറയുന്നു? അദ്ദേഹം പറയുന്നു ചെണ്ട അനുവദനീയമാണ്, കുഴൽവിളി അനുവദനീയമാണ്, അതൊക്കെ ചെണ്ട മുട്ടിയിട്ടും ഒക്കെ പോകാം. മമ്പർത്തെ തങ്ങള് വരെ അങ്ങനെ ചെയ്തിരുന്നത് പോലും, മമ്പർത്തെ കൊടി കൊടുക്കണമെങ്കിൽ പോലും ചെണ്ട മുട്ടിയിട്ട് ചെന്നാലേ കൊടി കിട്ടിയിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ആളുകൾ, ഇവർക്കൊക്കെ ഇത് വേണം, ഇവരൊക്കെ ചെണ്ടയുടെ ആളുകളായിരുന്നു, അതുപോലെ തന്നെ ബാൻഡിന്റെയും കുഴലിന്റെയും ഒക്കെ ആളുകളായിരുന്നു എന്ന് അതൊക്കെ അനുവദനീയമാണെന്ന് പറയുമ്പോ ഞങ്ങളൊക്കെ അതിന്റെ എതിരാളികളാണെന്ന് നിങ്ങൾ പറയുന്നതിന്റെ മുമ്പേ ഈ ഫത്വയെ നിങ്ങൾ എന്ത് ചെയ്തു എന്നൊന്ന് സമൂഹത്തോട് പറയണം. ശാലിയാത്തി എഴുതി വെച്ച ഈ ഫത്വ നിങ്ങളുടെ സുന്നി വോയ്സ് എന്ന് പറയുന്ന പത്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി എന്തു പറയാനുണ്ട്? സമൂഹത്തോട് പറയണം. നിങ്ങളുടെ മനസ്സുകളിൽ അത് കോറിയിടണം. നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം സഹോദരന്മാരെ. ഈ അർത്ഥത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത ആചാരങ്ങളും സംസ്കാരങ്ങളും സ്വഭാവങ്ങളുമൊക്കെ ഖബർ സിയാറത്തിന്റെ മറവിലും അതുപോലെയുള്ള മറ്റു പലതിന്റെയും മറവിലുമായി കൊണ്ട് ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതേ അവസരത്തിൽ യഥാർത്ഥമായ സിയാറത്തിന് മൗലവിമാരെ നിങ്ങളെതിരാണെന്ന് നിങ്ങൾ നാളെ പറയണ്ട. എന്റെ സമൂഹം ശരിക്ക് ചിന്തിച്ചോ? സുന്നത്ത് ജമാഅത്തിൽ നിന്ന് നമ്മെ പുറത്താക്കാൻ പറയുന്ന കാരണം എന്താ? ഇവർക്ക് ഖബർ സിയാറത്തില്ല. ഉണ്ട്, സിയാറത്ത് വേണ്ട രൂപത്തിൽ സിയാറത്ത് ചെയ്യാൻ ലോകത്തെ ഉത്ബോധിപ്പിച്ചവരാണ് മുജാഹിദുകൾ. അതുകൊണ്ട് മാതാപിതാക്കളതാ ഖബറിടത്തിൽ അവരുടെ ഖബറിടത്തിന്റെ സമീപത്ത് പോയിക്കൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വറബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ.
ഏതവസരത്തിലും നമുക്ക് എവിടെ വെച്ചും റബ്ബിനോട് ചോദിക്കാം. റബ്ബിനോട് അവരുടെ നന്മയ്ക്ക് വേണ്ടി ചോദിക്കാം, അവരുടെ പാപമോചനത്തിന് വേണ്ടി ചോദിക്കാം. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് നീ കരുണ കാണിച്ചോളൂ, നീ അവരെ സ്നേഹിച്ചോളൂ, നീ അവരെ ബഹുമാനിച്ചോളൂ. അവരെത്ര തൊലി ചുക്കി ചുളിഞ്ഞവരാണെങ്കിലും, സൗന്ദര്യം നഷ്ടപ്പെട്ടവരാണെങ്കിലും, കണ്ണുകളുടെ തിളക്കം പോയവരാണെങ്കിലും, ശരീരത്തിന്റെ ഓജസ്സും തേജസ്സും ഒക്കെ നഷ്ടപ്പെട്ടവരാണെങ്കിലും, ഉപ്പാ ഉമ്മാ എന്ന ഒരു സ്നേഹത്തിന്റെ വിളി കൊണ്ട് നീ അവരെ സന്തോഷിപ്പിച്ചോളൂ. ജീവിതകാലത്ത് അവരെ നീ പരിഗണിച്ചോളൂ. അവർക്ക് കിട്ടേണ്ടത് പരിഗണനയാണ് മക്കളെ. പ്രായമായ മാതാപിതാക്കൾക്ക് കിട്ടേണ്ടത് പരിഗണനയാണ്. ഞാൻ ഈ കുടുംബത്തിലെ ഒരു വീട്ടിന്റെ ഒരു മൂലയിൽ ഒരു കട്ടിലിൽ ഇങ്ങനെ പുതച്ചുകൂടിക്കൊണ്ട് കിടക്കേണ്ട ഒരു ദുര്യോഗം എനിക്ക് വന്നല്ലോ. എന്റെ മകൾക്ക് എന്നെ വേണ്ടല്ലോ, എന്റെ മകനിക്ക് എന്നെ വേണ്ടല്ലോ, എന്റെ കാര്യം ചോദിക്കാൻ പോലും അവർക്ക് നേരമില്ലല്ലോ എന്ന് മനസ്സാൽ വേദനിക്കുന്ന വിതുമ്പുന്ന ബാപ്പമാരുടെ കൽബിന് മറുപടി പറയാൻ